സ്ക്രാപ്പിൽ നിന്ന് 50 രൂപ കിട്ടിയതാണ് ഈ കാണുന്ന മൈക്രോ സോൾഡറിംഗ് സ്റ്റേഷൻ. ഇതുപോലുള്ള DC സോൾഡറിംഗ് ആൻഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ഈ സോൾഡറിംഗ് സ്റ്റേഷൻ. ഇത് ഞാൻ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ പവർ കേബിൾ കുറേ സ്ഥലത്ത് എലി കട്ട് ചെയ്ത് കളഞ്ഞ പോലെ ഇരിക്കുമായിരുന്നു. ഈ DC സോൾഡറിംഗ് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തായിരുന്നു. 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൽ നിന്നും ബാറ്ററി എന്നൊക്കെ കൊടുക്കാൻ വേണ്ടി ഇതുപോലെ PVC പൈപ്പിൽ DC ഫീമെയിൽ സോക്കറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ മൈക്രോ സോൾഡറിംഗ് സ്റ്റേഷൻ ഒന്ന് അഴിച്ചു നോക്കാം. വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ അതോ കേബിൾ പോയത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി ഇരുവശങ്ങളിലും 2 സ്ക്രൂകൾ വീതം ആകെ 4 സ്ക്രൂകളുണ്ട്. അതങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് അഴിച്ചെടുക്കാം. ആ കേബിൾ വന്നിരിക്കുന്നത് ഡയറക്റ്റ് സ്വിച്ചിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കേബിൾ അഴിച്ചെടുത്ത ശേഷം വേറെ കേബിൾ അതിലേക്ക് കണക്ട് ചെയ്യാം. ഈ ടൈപ്പ് 2 പിൻ്റെ കൂട്ട് കേബിൾ പഴയത് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഹോളിൽ കൂടെ നമുക്ക് കേബിൾ ഉള്ളിലേക്ക് കയറ്റിയിടാം. എന്നിട്ട് കേബിൾ പുറത്തേക്ക് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിങ്ങടെ ഇട്ടേക്കാം. ഈ കേബിളിൻ്റെ ഫേസ് ന്യൂട്രലിലും സ്വിച്ചിൻ്റെ ഓരോ ലെഗിൽ കൂടെ സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തപ്പോൾ ചെയ്ത പോലെ തന്നെ മുകളിലത്തെ സ്വിച്ചിൻ്റെ ലെഗുകളിലാണ് ഇത് സോൾഡർ ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ കവർ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ കേബിളോ എല്ലാം പുറത്തേക്ക് നിൽക്കേണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആ കവർ ഇടാൻ. കവർ ഇട്ട ശേഷം ഇരു സൈഡിലുള്ള 2 സ്ക്രൂകൾ വീതം ടോട്ടൽ 4 സ്ക്രൂകൾ ടൈറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പേര് ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മൈക്രോ സോൾഡറിംഗ് സ്റ്റേഷൻ എന്നാണ് കാണിച്ചത്. അപ്പോൾ കറക്റ്റ് പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ കേബിളിൻ്റെ പ്ലഗ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ തന്നെ വർക്ക് ചെയ്യേണ്ടായിരുന്നു, ലൈറ്റൊക്കെ തെളിഞ്ഞു. ഇനി നമ്മുടെ DC സോൾഡറിംഗ് ഇതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ DC സോൾഡറിംഗ് നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോഴൊക്കെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിലുള്ള തിരിക്കുന്ന നോബിൽ നമുക്ക് ഈ സോൾഡറിംഗിൻ്റെ ഹീറ്റ് കൂട്ടാനും അതുപോലെ കുറയ്ക്കാനും പറ്റും. നമ്മുടെ സോൾഡറിംഗ് ഇതിൽ കണക്ട് ചെയ്തപ്പോൾ വർക്ക് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഹീറ്റായി, പെട്ടെന്ന് തന്നെ ഹീറ്റായി. ഇത് നമ്മുടെ നോർമൽ സോൾഡറിംഗ് പോലെ വലിയ യൂസിനൊന്നും കൊള്ളില്ല, ചെറിയ ആവശ്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കണം, മൊബൈൽ റിപ്പയറിംഗ് ഒക്കെ പോലെ. ഈ DC സോൾഡറിംഗ് ഞാൻ പണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. വാങ്ങിയ ടൈമിൽ 100 രൂപയ്ക്കായിരുന്നു റേറ്റ്. ഓൺലൈനിലൊക്കെ റേറ്റ് നോക്കിയപ്പോൾ 170 രൂപയ്ക്കാണ് കണ്ടത്. ഈ DC സോൾഡറിംഗ് അതുപോലെ മൈക്രോ സോൾഡറിംഗ് സ്റ്റേഷനൊക്കെ വാങ്ങാൻ വേണ്ടി ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ കേബിൾ പോയപ്പോൾ സ്ക്രാപ്പിൽ കളഞ്ഞ സാധനം അടിപൊളിയായിട്ട് തന്നെ റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.